لله والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا أوصيكم وإياي ثانيا بتقوى الله. വിശ്വാസി ഒരിക്കൽ കൂടി റബ്ബുൽ-ആലമീനായ അല്ലാഹുവിന്റെ കൽപ്പനകൾ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് തഖ്വയോടെ ജീവിക്കണേ വസിയത്ത് ചെയ്യുകയാണ്. ഒരു തേനീച്ചയുടെ പ്രയാണം പോലെയാണ് മുസ്ലിമായ ഖുർആനിൽ തേനീച്ച എന്നൊരു അധ്യായം തന്നെ തേനീച്ചയുടെ അതിൻ്റെ പ്രക്രിയകൾ, പ്രജനന പ്രക്രിയയെ സംബന്ധിച്ചൊക്കെ വിശാലമായി ശാസ്ത്രലോകം തന്നെ അത്ഭുതകരമായി ചർച്ച ചെയ്യുകയും ഇസ്ലാമിൻ്റെ വിശുദ്ധ ഖുർആനിലെ അനിവാര്യങ്ങളെ വലിയ തോതിൽ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഒരു യാത്രക്കാരനായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു തേനീച്ചയോട് ഓർമ്മിക്കാവുന്നതാണ്. ഒരു തേനീച്ച ദൂരങ്ങൾ സഞ്ചരിക്കുകയും അത് വൃത്തിയുള്ള പൂവുകളിൽ മാത്രം അത് ചെന്നിരിക്കുകയും അവിടെ നിന്ന് ഏറ്റവും നല്ലത് മാത്രം അത് നുകർന്നെടുക്കുകയും പിന്നീട് അത് എവിടെ പോയാലും തേൻ അതിനേക്കാൾ മെച്ചപ്പെട്ട ഔഷധ ഗുണമുള്ള തേന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ യാത്രയും ഇപ്രകാരമാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ നന്മകൾ, എവിടെ യാത്ര ചെയ്തെത്തിയാൽ അവിടെയുള്ള നന്മകളെയൊക്കെ സ്വാംശീകരിക്കാനും അതിനെയൊക്കെ അടക്കിയാനും ഏറ്റെടുക്കാനും അതിനെയൊക്കെ ജീവിതത്തിൽ പകർത്തിയെടുക്കുവാനുള്ള പരിശ്രമം ഉണ്ടാവുകയും എവിടെ ചെന്ന് കഴിഞ്ഞാലും അയാളിലുള്ള നന്മകളെയാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി അയാൾ പരിശ്രമിക്കുകയും ചെയ്യുക എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിളക്ക് നൂറ്, അല്ലാഹുവിന്റെ ഹിദായത്തിന്റെ നൂറ് ലഭിച്ച ആളുകളാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ വെച്ച് അത് ലഭിച്ചു. ഇരുണ്ട ഹിറാ ഗുഹയിൽ വെച്ച് ഈ നൂറ് ഹിദായത്തിന്റെ പ്രകാശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെടുത്ത് അത് അവിടെ തന്നെ വെച്ച് വീണ്ടും ഖദീജയുടെ അടുത്ത് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വീണ്ടും ഗുഹയിൽ വന്ന് അവിടെ വെച്ച് ഖുർആൻ ഓതിയിരുന്നെങ്കിൽ ഈ നൂറ്, ഈ പ്രകാശം എവിടെയും എത്തുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തികളിലേക്ക് ഇറങ്ങി, കുടുംബങ്ങളിലേക്ക് ഇറങ്ങി, സമൂഹങ്ങളിലേക്ക് ഇറങ്ങി, സമുദായങ്ങളിലേക്ക് ഇറങ്ങി, മക്കത്തെ കപ്പുറത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തു. ഇങ്ങനെയാണ് ലോകത്ത് ഈ ഹിദായത്തിന്റെ നൂറ് പ്രകാശം അത് വ്യാപരിച്ചത്. ഇതുപോലെയാണ് നമ്മുടെ അടുത്ത് അല്ലാഹുവിന്റെ ഹിദായത്തിന്റെ പ്രകാശം. ഒരു വിളക്ക് മുറിയിൽ കത്തിച്ചു വെച്ചാൽ ആ മുറി മാത്രം അത് പ്രകാശം വരും, മുറിയിൽ നല്ല വെളിച്ചുണ്ടാവും. എന്നാൽ ആ വിളക്കുമായി നമ്മൾ ഓരോരുത്തരും വീട് വീടാന്തരം കയറി ഇറങ്ങുകയാണ്. ഇരുളടഞ്ഞ വീടുകളിലൊക്കെ നമ്മുടെ കയ്യിലുള്ള ഈ വിളക്കിലെ തിരുനാളത്തിൽ ഒരല്പം പകർന്നു കൊടുക്കുകയാണ് എങ്കിൽ ആ മുഴുവൻ ഗ്രാമവും പട്ടണവും ആ നാടും നഗരവും രാജ്യവും എല്ലാം തന്നെ നന്മയുടെ, ഹിദായത്തിന്റെ, സന്മാർഗത്തിന്റെ വിളക്കായി, വിശ്വഗോപുരമായി കൊണ്ട് അത് പ്രകാശപൂരിതമാകും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സ്വഹാബത്ത് ആരും തന്നെ മക്കയിൽ അടങ്ങിയിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇ, ഖുതുബത്തുൽ വദാഇ, അവസാനത്തെയും ആദ്യത്തെയുമായ അവിടുത്തെ ആ ഹജ്ജിലെ വിടവാങ്ങൽ പ്രസംഗം കേൾക്കാൻ വേണ്ടി അറഫയിൽ ഒരുമിച്ച് കൂടിയിരുന്നത് 1.25 ലക്ഷത്തോളം ഹാജിമാരായി, 1.25 ലക്ഷത്തോളം മനുഷ്യർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഭാഷണം കേൾക്കാനുണ്ടായി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് മദീനയിലേക്ക് എത്തി. അവിടുന്ന് താമസിയാതെ വഫാത്തായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മദീന പള്ളിയോട് ചേർന്നുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ അത് സിയാറത്ത് ചെയ്യുന്നവരാണ്. എന്നാൽ മദീനയിൽ നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ ഈ 1.25 ലക്ഷം വരുന്ന മുസ്ലിമീങ്ങളുടെ ഖബറുകൾ അവിടെ നമുക്ക് കാണാൻ കഴിയില്ല. പകരം ഏകദേശം 10,000-ൽ താഴെ വരുന്ന സഹാബാക്കളുടെ ഖബറുകളെ മദീനയിലുള്ളൂ. മക്കയിൽ ഏകദേശം 4,000-ൽ ചോടെ സഹാബാക്കളുടെ ഖബറുകളെ ഉള്ളൂ. ബാക്കി 1,15,000 സഹാബാക്കൾ എവിടെയാണ്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അവർ അല്ലാഹുവിന്റെ ദീനുമായി ഈ ഹിദായത്തിന്റെ പ്രകാശവുമായി അവരങ്ങനെ സഞ്ചരിച്ചു എന്നുള്ളതാണ്. അതാണ് ദഅവത്തിന്റെ യാത്ര, സഞ്ചാരം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള യാത്രകൾ നടക്കുകയും നടപ്പിലാക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദഅവത്തിന്റെ യാത്ര, അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരത്തിന്റെ യാത്രയും ഒക്കെ അതിന്റെ ഗുണവും അതിന്റെ കാലിക പ്രസക്തിയും നമ്മളൊക്കെ നടത്തുന്ന യാത്രകളെ എങ്ങനെ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിൽ അതിനെ ആ യാത്രകളെ ആക്കി മാറ്റാം എന്നതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. യാത്ര ചെയ്യുമ്പോൾ നമ്മളൊക്കെ നോക്കുന്ന ഒന്നാണ് റൂട്ട് മാപ്പ്. സഞ്ചരിക്കുന്നതിന്റെ കൃത്യമായ വഴികൾ നമ്മൾ ചോദിച്ചറിയും. ഒരു 4 കോടി ഇടത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വാഹനം നിർത്തി നമ്മൾ ചോദിക്കും ഈ വഴി എങ്ങോട്ടാണ് പോവുക. കേൾക്കുന്നവർ ചോദിക്കും നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ച് ഇന്ന സ്ഥലമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഏത് വഴിയിലൂടെയും സഞ്ചരിക്കാമെന്നാണ് മറുപടി കിട്ടുക. കൃത്യമായി ലക്ഷ്യമുള്ള ആളുകൾ അവരെ പോകേണ്ട റൂട്ടുകളൊക്കെ കൃത്യമായി നേരത്തെ അടയാളപ്പെടുത്തും. നമ്മൾ ഗൂഗിൾ മാപ്പുകൾ ധാരാളമായി ഉപയോഗിക്കുന്ന ആളുകളാണ്, GPS സംവിധാനം ഉപയോഗിക്കുന്നത്. ഈ ദുനിയാവിൽ എവിടെ ഒരു ചെറിയ ഗ്രാമത്തിലാണെങ്കിലും പട്ടണത്തിന്റെ പ്രാന്തപ്രദേശങ്ങളാണെങ്കിലും പട്ടണത്തിന്റെ ഏറ്റവും തിരക്കേറിയ പ്രദേശമാണെങ്കിൽ റൂട്ട് മാപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുകയും തിരക്കുകയും എത്തുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ ദുനിയാവിൽ അപ്പുറവുമുള്ള ഒരു കാലത്തേക്ക് നീണ്ടുപോകുന്ന അനശ്വരമായ ഒരു ലോകത്തേക്ക് എത്തിപ്പെടുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ വഴി നയിക്കുന്ന ഒരു റൂട്ട് മാപ്പുണ്ട്, ഒരു GPS സംവിധാനമുണ്ട്. അഥവാ അത് എന്താണ് എന്നത് പറയുമ്പോൾ നമുക്കറിയില്ല. അഥവാ വിശുദ്ധ ഖുർആനാണ് ആ റൂട്ട് മാപ്പ്. നമ്മളെ കൃത്യമായി വഴി തെറ്റാതെ നമ്മളെ കൃത്യമായ രേഖയിൽ സത്യത്തിന്റെ നന്മയുടെ ഹലാലിന്റെ രേഖയിൽ നമ്മളെ സഞ്ചരിപ്പിക്കുന്ന വഴി നടത്തുന്ന ആ റൂട്ട് മാപ്പ് അല്ലാഹുവിന്റെ കലാമാണ്, ഖുർആനാണ്. ആ ഖുർആനിനെ അടുത്തറിയാൻ, അതിനെ പ്രയോഗിക്കാൻ, അത് നമ്മുടെ ജീവിത സഞ്ചാര യാത്രാ വഴികളിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്ത് ഇപ്പോൾ എത്തിയത് ഈ പള്ളിക്കകത്താണ്. ഈ പള്ളിയിൽ നിന്ന് വീണ്ടും ഇറങ്ങി നമ്മൾ ജീവിതയാത്ര തുടരുകയാണ്. ആ യാത്രക്കിടയിൽ ഖുർആൻ എന്ന വഴികാട്ടിക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്ഥാനമുണ്ട്. സഹോദരികളെ, പരിമിതമായ ജീവിതമാണ്, പരിമിതമായ സമയമാണ്. നമ്മൾ ലോകത്ത് എത്ര സഞ്ചരിച്ചാലും അല്ലാഹുവിന്റെ വിശാലമായ ദുനിയാവിന് പൂർണ്ണമായി എത്തിപ്പെടാനോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇത് അസാധ്യമായിട്ടുള്ള ഒന്നല്ല. അല്ലാഹുവിന്റെ പരലോകത്തെ സ്വർഗത്തിലേക്ക് എത്തുക എന്നത്, ആ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന വിശുദ്ധ ഖുർആൻ എന്ന നമ്മുടെ ഹിദായത്തിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ ബാധ്യതയാണ്. അപ്രകാരം നമ്മുടെ ഈ കൊച്ചു മഹല്ലിൽ ഖുർആൻ പഠിക്കാൻ, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ, അതിന്റെ ഭാഷ മനസ്സിലാക്കാൻ, അതിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പരമ്പരാഗതമായി അതിന് ഖുർആനും അതിന്റെ ആയത്തുകൾക്കും നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ, വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നതിനും ഖുർആന്റെ തനതായ ശൈലിയിലുള്ള പാരായണം മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടി ഒരു ഖുർആൻ പഠന സംരംഭം നമ്മുടെ മഹല്ലിൽ തുടങ്ങുകയാണ്. വെള്ളിയാഴ്ചകളിൽ ഇശാ നമസ്കാര ശേഷമാണ് അത് ആരംഭിക്കുന്നത്. കാലത്ത് ആരംഭിച്ചിരുന്നെങ്കിൽ സാങ്കേതികമായ കാരണങ്ങളാൽ അത് നിലച്ചു പോയതാണ്. ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ഞായറാഴ്ച വൈകുന്നേരം അസർ നമസ്കാരത്തോടുകൂടി അതിന് ഔപചാരികമായ ഉദ്ഘാടനം നടത്തുകയാണ്. നമ്മുടെ മഹല്ലിലെ ഒരു ഖുർആൻ പഠന സംരംഭം എല്ലാ തരത്തിലുള്ള ജോലിക്കാരും അതുപോലെ തന്നെ പ്രൊഫഷണലുകളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവർക്കും സൗകര്യപ്രദമായ തരത്തിലുള്ള ഒരു പ്രായോഗികമായ ക്ലാസ്സാണ് സംഘടിപ്പിക്കുന്നത്. പരമാവധി ആഴ്ചയിൽ 1 മണിക്കൂർ, 174 മണിക്കൂറിൽ 1 മണിക്കൂർ അല്ലാഹുവിന്റെ കലാം പഠിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്താൻ നിങ്ങൾ പരിശ്രമിക്കുക. ഞായറാഴ്ച അസർ നമസ്കാരത്തിന് ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് ബഹുമാന്യനായ ഖുർആൻ പഠന സംരംഭത്തിൽ കോഴിക്കോട് നഗരത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച വലിയ പണ്ഡിതനായിട്ടുള്ള KV അബ്ദുൽ ലത്തീഫ് മൗലവിയാണ് അതിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ മലപ്പുറം
നഗരത്തിലെ 30 ശിലാനം വർഷം ഒരു ഖുർആൻ പഠന ക്ലാസ് തുടർച്ചയായി നടത്തിക്കൊണ്ടുപോകുന്ന ഉസ്മാൻ മിഷ്കാത്തിയാണ് അതിലെ പ്രഭാഷണം നിർവഹിക്കുന്നത്. ഈ ഒരു സദസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി കൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ സഞ്ചരിക്കുവാനും നമ്മുടെ എല്ലാ സഞ്ചാരങ്ങളും എല്ലാ ചലനങ്ങളും അല്ലാഹുവിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്നതാക്കി തീർക്കുമാറ് സദുദ്ദേശത്തോടുകൂടി ദീനിയായ ഉദ്ദേശത്തോടുകൂടി ഹലാൽ മാത്രം നിർവഹിക്കാൻ ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള യാത്ര നിർവഹിക്കാൻ അല്ലാഹു എല്ലാ തൗഫീഖും തുണയും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനും അറിവില്ലായ്മ സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങൾ കൊണ്ട് ആൾക്കൂട്ടത്തിൽ വെച്ച് ധനിച്ചിരുന്നു ഇരുട്ടത്തും വെളിച്ചത്തും ഒരുപാട് തെറ്റുകൾ തിന്മകൾ ഹറാമുകൾ ചെയ്തു പോയവരാണ് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിമാറാകട്ടെ. ജീവിതത്തിലുടനീളം സത്യവിശ്വാസവും സത്യസന്ധതയും ഈമാനും തഖ്വയും വിശുദ്ധിയും തൗഹീദും മുറുകെ ജീവിക്കുന്ന ഏറ്റവും ഉത്തമരായ മുഅ്മിനീങ്ങളിൽ മുത്തഖികളിൽ അബ്റാറുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമായി മുവഹ്ഹിദായി ജീവിക്കുന്നതിന്റെ പേരിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ പീഡനങ്ങൾ അക്രമങ്ങൾ അനീതിയും അനുഭവിക്കുന്ന ധാരാളം മുസ്ലിംകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആശ്വാസവും സ്വാതന്ത്ര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊടിയ ചൂടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വരൾച്ചയിൽ നിന്ന് ജല ദൗർലഭ്യത്തിൽ നിന്ന് നമ്മുടെ നാടിനെയും നമ്മുടെ ഗ്രാമങ്ങളെയും നമ്മുടെ കൃഷിയിടങ്ങളെയും എല്ലാത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസത്തിന്റെ മഴ റഹ്മത്തിന്റെ മഴ വർഷിച്ചുകൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ പരിശ്രമിക്കുന്നതിനനുസരിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളും വെല്ലുവിളികളും അനീതികളും ഒക്കെ അനുഭവിക്കാൻ കാരണമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ ക്ഷമയും സഹനവും കൈക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഈമാനികമായ ക്ഷമ സഹനശേഷി അല്ലാഹു നമുക്ക് ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4-ാം തീയതി നമ്മുടെ ഒക്കെ നിർവഹിച്ച വോട്ടിന്റെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ നാടിനോട് നീതി പുലർത്തുന്ന, സമുദായത്തോട് നീതി പുലർത്തുന്ന, രാജ്യത്തിന്റെ അഖണ്ഡതയോടും ഇതിന്റെ ഭരണഘടനയോടും കൂറും നീതിയും പുലർത്തുന്ന, ധാർമ്മിക ബോധമുള്ള, പരലോക ബോധമുള്ള നേതാക്കന്മാരെ പരമാവധി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ഭരണരംഗത്തെ കൊണ്ടുവരുമാറാകട്ടെ. സകല മനുഷ്യരെയും ഒരുപോലെ കാണാനും സമത്വബോധത്തോടുകൂടി നീതിബോധത്തോടുകൂടി ഭരണം നിർവഹിക്കാൻ അധികാരത്തിലേറുന്ന അധികാരികൾക്ക് സർക്കാരുകൾക്ക് അത്തരമുള്ള സന്മനസ്സ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളോട് പ്രാർത്ഥിക്കാൻ ധാരാളം ആളുകൾ വസിയത്ത് ചെയ്തു. എല്ലാവരുടെയും നല്ല മുറാദുകൾ അല്ലാഹു മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.